എല്ലാവരും കൊച്ചിക്കോയ തയ്യാറാക്കി. അപ്പോൾ നമ്മൾ മാത്രം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറേ ആയി നമുക്കും കൊച്ചിക്കോയ തയ്യാറാക്കി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇതൊരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പഴം ഇവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപഴമാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കുക. നമുക്ക് നന്നായി ഉടച്ച് ഇതേപോലെ മിക്സിയിലൊന്നും അടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയൊരു ഇത് വേണം. അപ്പോൾ ഇതേപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾ ശർക്കര ഇടണമെന്നില്ല, പഞ്ചസാര ഇട്ടാലും മതി. അപ്പോൾ ശർക്കരയ്ക്ക് ഒരു വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ശർക്കര ഒരുക്കിയത് ഒഴിച്ച് കൊടുത്തു. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ അളവിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുത്തത്. നാളികേരപ്പാൽ നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാലിൽ തയ്യാറാക്കിയ ഈ ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റാണ്. രണ്ട് പാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് പിന്നെ ബാക്കി പരിപാടികൾ കുറച്ചുകൂടി സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഇഞ്ചിനീരാണ് കേട്ടോ. ഇഞ്ചിനീര് ഉള്ളിനീരൊക്കെ നിർബന്ധമാണ് കേട്ടോ. ഉള്ളി കരിഞ്ഞ് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ നീരെടുത്തിട്ടാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിനീരും കുറച്ച് കൊച്ചുള്ളിൻ്റെ നീരുമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്നാം പാലും കൂടി ചേർക്കുന്നതോട് കൂടി ഇതിൻ്റെ ലെവലൊക്കെ മാറി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെല്ലത്തിൻ്റെ ഒരു കുറവുണ്ട്, ശർക്കരയുടെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തുട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയതിന് ശേഷമാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയല്ലേ പരിപാടി. കൊച്ചിക്കോയ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൊച്ചിയായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. എങ്ങനെയാണ് ഈ പേര് വന്നത് നമുക്കറിയില്ല കേട്ടോ. അത് താമരശ്ശേരിക്കാരുടെ കോഴിക്കോടുകാരുടെ ഒരു വിഭവമാണ്. അപ്പോൾ കൊച്ചിക്കോയ എങ്ങനെ പേര് വന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ അവലെടുത്തു. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കറി ഒഴിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെ കഴിക്കുകയാണ് ടേസ്റ്റ്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് കഴിക്കണം എന്നുള്ളവർക്ക്, കുറച്ചും കൂടിയൊക്കെ മോഡലാക്കിയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് സ്പൂൺ വെച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് കഴിച്ചത്. നല്ല സംഭവമാണ്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്ലാം ഗോഡസ് എന്ന യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു കിടിലൻ വ്ളോഗുമായി കാണുന്നവരെ താങ്ക്